വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് സെക്യുലറിസം, എന്താണ് മതേതരത്വം. സെക്യുലറിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മതേതരത്വത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, In Indian constitution allow individual the freedom to live by their religious belief and practice. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലായാലും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലായാലും എന്താണ്, ഒരു വ്യക്തിക്ക് അയാളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് ഇല്ലേ. അയാൾക്ക് ഏത് രീതിയിൽ വേണം ജീവിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്, റിലീജിയസ് ബിലീഫ്. ഏതൊരു മതപരമായിട്ടുള്ള കാര്യത്തിനായാലും അയാളുടെ ഇഷ്ടത്തിന് ആ ഒരു പ്രാക്ടീസ്, ആ ഒരു റിച്വൽ ലൈഫ് ഫോളോ ചെയ്യാൻ, ആ ഒരു കസ്റ്റംസ് അതിനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള അധികാരം ആർക്കുണ്ട്, റൈറ്റ്സ് ആർക്കുണ്ട്, ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന് ഉണ്ട്. ആസ് ദ ഇൻട്രപ്റ്റ് ദിസ് ഈസ് കീപ്പിംഗ് വിത്ത് ദിസ് ഐഡിയ ഓഫ് റിലീജിയസ് ഫ്രീഡം ഫോർ ഓൾ ഇന്ത്യൻസ് ആൾസോ. എല്ലാ ഇന്ത്യക്കാർക്കും അതിൻ്റേതായ രീതിയിലുള്ള റിലീജിയസ് ഫ്രീഡം ഉള്ളതാണ്. ആൻഡ് also adopted a strategy of separating the power of religions and the power of the state. Secularism prefer to this separation of religion from the state. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലായാലും ഓരോ സ്റ്റേറ്റിലായാലും കൺട്രി അല്ല, ഓരോ സ്റ്റേറ്റിലായാൽ തന്നെ എന്താണ് അതിൻ്റേതായ രീതിയിലുള്ള ഒരു റിലീജിയസ് പ്രാക്ടീസും കുറച്ച് റിച്വൽസും എല്ലായിടത്തും, ഇപ്പോൾ നോർത്തിലാണെങ്കിലും സൗത്തിലാണെങ്കിലും എല്ലായിടത്തും അതിൻ്റേതായ ഒരു റിച്വൽ പ്രാക്ടീസ് തന്നെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ മറ്റ് കൺട്രിയിലേക്കാൾ എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു പോകുന്നതായിരിക്കും ആ ഒരു പെട്ടെന്ന് ആ ക്ലാസ് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്. നെക്സ്റ്റ്, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് റിലീജിയൻ ഫ്രം ദ സ്റ്റേറ്റ്. എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട്, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇതിനൊരു പ്രാധാന്യമുള്ള, ഇതിനൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. ഓരോ സ്റ്റേറ്റിലും ഓരോ റിലീജിയസ് സെപ്പറേഷൻ എന്തിനു വേണ്ടിയാണ്, വൈ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കിട്ടിയിട്ടില്ല. The most important aspects of secularism, it is separation of religion from state power. This is important for a country. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ രാജ്യത്തിലും ഓരോ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ബേസ് കൊടുത്തിരിക്കുന്നത് ആ ഒരു കൺട്രിക്ക് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കൺട്രി, ഓരോ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടി മാത്രമാണ്. To function democratically. Almost all countries have the world will have more than one religious group living in them. Within this religious group there will be most likely be one group that is in a majority. എന്താണ്, ഇപ്പോൾ എല്ലാ രാജ്യത്തായാലും എവിടെ നോക്കിയാലും എല്ലാ സ്റ്റേറ്റിലും നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഇന്നൊരു സ്പെസിഫിക് റിലീജിയസ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഒരുപാട് റിലീജിയസ് കൂടെ മിക്സ് ആയിട്ട് കിടക്കുന്നതാണ് എന്താണ് പറയുന്നത്, ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് വിത്തിൻ എ കൺട്രി എന്ന് നമുക്ക് പറയാം അല്ലേ. അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് ഔട്ട് ഓഫ് വിത്തൗട്ട് കൺട്രി നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ, ഇല്ല, നോ. ബിക്കോസ് വി ഓൾ ആർ ലിവിങ് ഇൻ എ വൺ റിലീജിയൻ, വി ആർ ഓൾ ലിവിങ് ഇൻ എ വൺ സ്റ്റേറ്റ് ഓർ വൺ കൺട്രി, ദാറ്റ് ഈസ് വൺ റിലീജിയസ് ഗ്രൂപ്പിംഗ് ലിവിങ് വിത്ത് ഇൻ ദ കൺട്രി അല്ലേ, വിത്ത് ഇൻ ദ കൺട്രിയാണ്. ഓക്കെ, ഓരോ കൺട്രി ആയാലും ഓരോ സ്റ്റേറ്റിലായാലും ഓരോ സെക്യുലറിസം പവറുണ്ട്. അതിൻ്റെതായ രീതിയിലുള്ള സെപ്പറേഷൻ ഓഫ് റിലീജിയന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ ഗ്രൂപ്പ്, ഒരൊറ്റ റിലീജിയസ് പവർ മാത്രമായിട്ടല്ല, ഒരു ഗ്രൂപ്പിംഗ് ഓഫ് ലിവിങ് ആണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇഫ് this majority religious group has access to state power, then it could quite easily use this power to financially resource to discriminate against the perceived person of other religions. ഇവിടെയാണ് ആ ഒരു ട്വിസ്റ്റ് വരുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ പവർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആ ഒരു സ്റ്റേറ്റിൽ ഹൈ ആയിട്ട് നിൽക്കുന്നതെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനിറ്റി ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു രാജ്യത്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ഒരു ഹിന്ദു റിലീജിയസ് നല്ല ഹൈ എന്ന് വെച്ചാൽ ആ ഒരു മെജോറിറ്റി ലെവൽ അവിടെ കൂടുതലാണെങ്കിൽ അവർക്കായിരിക്കും സ്വാഭാവികമായിട്ട് പോകുന്നത് ആ ഒരു പവർ പോകുന്നത്. അപ്പോൾ അവിടെ ഫിനാൻഷ്യലി വരുന്നുണ്ട്, ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് മറ്റ് അതർ കാസ്റ്റിലോട്ടുള്ള അതർ റിലീജിയസ് ബിലീഫിലോട്ടുള്ളവർക്കൊരു ഡിസ്ക്രിമിനേഷൻ അവിടെ വരുന്നുണ്ട്. And of the majority could result the discrimination, correlation and time even killing of religious minorities.
സോ ഇങ്ങനെ വരുന്ന ഈ ഒരു കോറിലേഷൻസ് വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക വളരെ എന്താ പറയുക ഒരു റിലീജിയസ് പവർ വളരെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്നു നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. എനിക്ക് സപ്പോസ് എന്താ പറയുക നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ വി ഓൾ ആർ വെരി ബ്ലെസ്ഫുൾ. നമുക്കിവിടെ അങ്ങനത്തെ ഒരു മതേതരത്വം തന്നെ നമുക്കില്ല ഇല്ലേ. നമ്മൾ എല്ലാവരും സമത്വത്തോടെ ജീവിച്ച് പോവുകയാണ് ചെയ്തത്. അതാണ് ആക്ച്വലി വേണ്ടത്. ഓക്കെ, മറ്റുള്ള ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് റിലീജിയസ് പരമായിട്ടുള്ള ഒരുപാട് വയലേഷൻസ് സംഭവിക്കുന്നുണ്ട്. The majority could quite easily prevent minorities from the practicing their religious. ഒരു മെജോറിറ്റി ഭൂരിപക്ഷം കൂടുന്നതനുസരിച്ച് ആ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത അവിടെ കുറയുക തന്നെയാണ് ചെയ്യുന്നത്. എനി ഫോം ഓഫ് ഡോമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയസ് ഇൻ വയലേഷൻസ്, അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? വയലേഷൻ സംഭവിക്കുന്നു. ദാറ്റ് റൈറ്റ് ഓഫ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ഗ്രാജുവേറ്റ് ടു ഈച്ച് ആൻഡ് എവറി സിറ്റിസൺ ഇൻ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദെയർ റിലീജിയൻ. ഒരു മതം മറ്റൊരു മതത്തിനെ വെല്ലുവിളിക്കുന്ന ഒരു രീതിയിലാകരുത് ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി എന്ന് പറയുന്നത്. Therefore, the tyranny of the majority and the violation of a fundamental right that can result in one reason why it is important to separate the state and religions in a democratic society. ഈ ഒരു മെജോറിറ്റി ഭൂരിപക്ഷവും മൈനോറിറ്റി ന്യൂനപക്ഷവും തമ്മിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ എന്താണ്? ഡെമോക്രാറ്റിക് മാത്രമായിട്ടല്ല, ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വരെ അതിനൊരു എന്താ പറയുക, അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കുന്നത് തന്നെ വരുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൺലി വൺ ക്വസ്റ്റ്യൻ, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് ദ സ്റ്റേറ്റ്. ഇങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് വേണമോ ഒരു രാജ്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ജനാധിപത്യ കൺട്രിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മുടെ സ്റ്റേറ്റിൽ ഇങ്ങനത്തെ ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? Why it is important to separate a state and a religion in democratic society? Another reason നോക്കുകയാണെങ്കിൽ എന്താണ്? Another reason എന്താണ്? That it is important to separate a religion from state. It is എന്താണ് നോക്കിയേ, state in a democratic society it is because we also need to protect the freedom. നമുക്കവിടെ എന്ത് വേണം? ഫ്രീഡത്തിന് വേണ്ടിയിട്ട്. അനദർ റീസൺ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് എ റിലീജിയൻ ഫ്രം ദ സ്റ്റേറ്റ് ഈസ് ഡെമോക്രാറ്റിക് സൊസൈറ്റി ഈസ് ബിക്കോസ് വി ആൾസോ നീഡ് എ പ്രൊട്ടക്ട് ദ freedom of individual to exit their religion, embrace another religion, have freedom to interrupt religious teaching differentiately. നോക്കിക്കേ, ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? വേറൊരു കാരണം എന്ത് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യം എന്താണ് ഡെമോക്രാറ്റിക് സൊസൈറ്റി തന്നെയാണ്. അവിടെ നമുക്ക് എന്തുണ്ട്? നമുക്ക് അതിൻ്റേതായ ഒരു ഇൻഡിവിജ്വലിന് അതിൻ്റേതായ ഒരു ഫ്രീഡം ഉണ്ട്. ഒരു വ്യക്തിക്ക് തുടക്കമേ പറഞ്ഞു, ഏത് റിച്വൽ പ്രാക്ടീസ് വേണമോ, ഒരു റിലീജിയസ് പ്രാക്ടീസ് വേണമെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു പേഴ്സൺ എന്തുണ്ട്, വേറൊരു റിലീജിയസിനെ പറ്റിയുള്ള ഒരു പഠനം കണ്ടിന്യൂ ചെയ്യാനുള്ള അവകാശം ഒരു വ്യക്തിക്കും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് എന്താ പറയുക, ഖുർആൻ ഓതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാൾക്ക് ഓതാം. ബൈബിൾ വായിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ, രാമായണമാണെങ്കിൽ അങ്ങനെ. ആ ഒരു സെപ്പറേഷൻ അതിനുണ്ട്. ആ ഒരു വ്യക്തിക്ക് എന്താ പറയുക, കമ്പാരിസൺ ചെയ്ത് കൊടുക്കുന്നില്ല. നീ ഇന്നത് മാത്രമേ പഠിക്കാമോ എന്നൊരു കമ്പാരിസൺ അവിടെ വരുന്നില്ല. പകരം എന്താണ് വരുന്നത്? ആ ഒരു ഇൻഡിവിജ്വൽ ഫ്രീഡം, ആ ഒരു ടീച്ചിങ് ഫ്രീഡം ഡിഫറൻറ്റ് സെപ്പറേറ്റ്ലി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോന്നിനും ഓരോ റിലീജിയനും ഓരോ ബേസ്ഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടീച്ചിങ് തന്നെയാണ് ഇല്ലേ. അവരുടേതായ ടീച്ചിങ് ഡോമിനേറ്റ് ആയാൽ തന്നെ ഓരോന്നിനും ഓരോ ഡിഫറെൻ്റ് ആണ്. അതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രീഡം തന്നെയാണ്. അടുത്തെന്താണ്, വാട്ട് ഈസ് ഇന്ത്യൻ സെക്യുലറിസം? ഇനി ഇന്ത്യൻ സെക്യുലറിസം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. In Indian Constitution, mandate that is Indian state be secular. According to Constitution only, a secular state can realize its objectives to ensure their following. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കിയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്, നമ്മുടെ സെക്യുലറിസം എന്താണ്? വളരെ സെക്യൂറും വളരെ സേഫും ആണല്ലേ. എങ്കിൽ മാത്രമേ രാജ്യത്തിൻ്റെ ഒരു എന്താ പറയുക, ഫണ്ടമെൻ്റൽ റൈറ്റ് ആയാലും കോൺസ്റ്റിറ്റ്യൂഷനായാലും തന്നെ പാർലമെൻറ്റ്സ് ആയാലും കോർട്ട്സ് ആയാലും എല്ലാം തന്നെ നല്ല ഒബ്ജക്റ്റീവ് റൂൾസും റെഗുലേഷൻസ് വെച്ച് ഫോളോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മുടെ ജനങ്ങൾ ആ ഒരു റൂൾസും റെഗുലേഷൻസും എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. That one religious community does not dominate another. ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് does not dominate, വേറൊരു ഡോമിനേറ്റ് എന്ന് വെച്ചാൽ റൂൾസ് ഇങ്ങനെയാണ് പോകുന്നത്. ദാറ്റ് വൺ റിലീജിയസ് കമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഡോമിനേറ്റ് അനദർ. വേറൊരാളെ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇടിച്ച് കയറ്റാൻ വേണ്ടി സാധിക്കുന്നതല്ല. ദാറ്റ് സം മെമ്പേഴ്സ് ഡു നോട്ട് ഡോമിനേറ്റ് അതർ മെമ്പേഴ്സ് ഓഫ് ദ സെയിം റിലീജിയൻ കമ്മ്യൂണിറ്റി. എന്നാൽ വേറെ പലരും എന്ത് ചെയ്യുന്നുണ്ട്? അൺടച്ചബിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ദാറ്റ് സം മെമ്പേഴ്സ്, വേറെ പല മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നില്ല, അവരുടെ തന്നെ കമ്മ്യൂണിറ്റി ഉള്ള, അവർ തന്നെ സെയിം റിലീജിയസ് കമ്മ്യൂണിറ്റി ഉള്ളവർ എന്ത് ചെയ്യുന്നില്ല, അവർ ഡോമിനേറ്റ് ചെയ്യാൻ തന്നെ തയ്യാറാകുന്നത്. അൺടച്ചബിലിറ്റിയാണ് അവിടെ സിംപ്ലി പ്രൂവ് ചെയ്യുന്നത്.
that the state does not enforce any particular religion nor take away the religious freedom from of individual. ഒരു ഇൻഡിവിജ്വൽ വ്യക്തിക്ക് ഒരിക്കലും തന്നെ ഒരു എൻഫോഴ്സ് ചെയ്ത ഒരു പർട്ടിക്കുലർ റിലീജിയൻ തന്നെ അവർക്ക് ഫോളോ ചെയ്യണമെന്ന് ഒരു റിലീജിയസ് പരമായിട്ടും ഒരു സ്റ്റേറ്റ് പറയുന്നില്ല. സി വൺ ഓഫ് ദ മെയിൻ റീസൺ എന്താണ്? ദാറ്റ് വൺ റിലീജിയൻ കമ്മ്യൂണിറ്റി ഡസ് നോട്ട് ഡോമിനേറ്റ് അനദർ. ഒരു റിലീജിയനായിട്ടുള്ളൊരു വ്യക്തിക്ക് വേറൊരു വ്യക്തി ഡോമിനേറ്റ് ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. മേ ബി ആ ഇൻഡിവിജ്വൽ അതിൻ്റെതായ ഫ്രീഡം ഉണ്ടെങ്കിൽ ഓക്കെ, ഹി ഓർ ഷീ ക്യാൻ മൂവ് ഇൻ ടു ദാറ്റ് റിലീജിയൻ. ഓക്കെ, പിന്നെ വേറെ എന്താണ്? സെയിം റിലീജിയസിലുള്ളവർ തന്നെ, അതേ സെയിം കമ്മ്യൂണിറ്റിയിലുള്ളവർ തന്നെ ആയിക്കോട്ടെ, അതിനെ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാകുന്നില്ല. പിന്നെ വേറെ എന്താണ്? ഒരു വ്യക്തിക്ക് ഇന്നൊരു റിലീജിയൻ പ്രാക്ടീസ് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നില്ല. അയാൾക്ക് എന്തുണ്ട്? റിലീജിയസ് ഫ്രീഡം ഉണ്ട്, എന്തും ചൂസ് ചെയ്യാനുള്ളൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ഇന്ത്യൻ സ്റ്റേറ്റ് വർക്ക്സ് ഇൻ എ വേരിയസ് വേ ടു പ്രിവെൻറ്റ് ദ domination. First, it is used to strategy the distancing itself from religion. In Indian state is not ruled by the religious group, and nor does it support any one religion in India. Government space like law, court, police station, government schools, office, and not supposed to display any promote of any one religion. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റിൽ പല രീതിയിലുള്ള വർക്ക്സും ഉണ്ട്. നമുക്ക് സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, പോലീസ് സ്റ്റേഷൻ, കോർട്ട്, ഗവൺമെൻറ്, ഹോസ്പിറ്റൽസ്, സംതിങ് എൽസ്, ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ, വാട്ടെവർ, നമുക്ക് എവിടെ ആയാലും ശരി എന്തുണ്ട്? നമുക്ക് ഇന്നൊരു റിലീജിയൻകാർക്ക്, ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അവിടെ എൻട്രി ചെയ്യാമോ എന്നൊരു രീതിയില്ല. ഒരു റിലീജിയസ് ഗ്രൂപ്പ് ഒരിടത്തും തന്നെ കൊടുത്തിട്ടില്ല. എസ്പെഷ്യലി ഒരു പൊതുമേഖലയ്ക്ക് ഇന്നൊരു വ്യക്തിക്ക് മാത്രം, അല്ലെങ്കിൽ ഇന്നൊരു റിലീജിയസ് ഗ്രൂപ്പിൽ 10 പെട്ടവർക്ക് മാത്രമേ അവിടെ അനുവാദമുള്ളൂ, സ്കൂളിൽ അനുവാദമുള്ളൂ, അല്ലെങ്കിൽ കോളേജിൽ അനുവാദമുള്ളൂ എന്നില്ല. That is, each and every member has equal opportunity to attempt that same. അല്ലേ? എല്ലാവർക്കും അതിൻ്റെതായ എനി വൺ റിലീജിയൻ ക്യാൻ പ്രൊമോട്ട്, എല്ലാവർക്കും അതിൻ്റെതായ രീതിയിലുള്ള അധികാരങ്ങളും അവകാശങ്ങളുണ്ട്. നമുക്ക് തന്നെ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് സ്പേസ് ലൈക്ക് കോർട്ട്, law court, police station, government schools and office are not supposed to display or promote any one religion. ഒരു റിലീജിയൻ ബന്ധപ്പെട്ടവർ മാത്രമല്ല, എല്ലാവരും തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ രാജ്യം, നമ്മുടെ സ്റ്റേറ്റ് മുന്നേറുന്നത്. നെക്സ്റ്റ്, അടുത്ത് നോക്കിക്കേ, ഇൻ ഫെബ്രുവരി 2004 നടന്നൊരു ഇതാണ്, ഫ്രാൻസ് പാസ്ഡ് എ ലോ ബാനിങ് സ്റ്റുഡൻസ് വെയറിങ് എനി ഓൺസ്കർഷൻസ് റിലീജിയസ് പൊളിറ്റിക്കൽ സൈൻ ഓർ സിമ്പിൾ സച്ച് ആസ് എ ഇസ്ലാമിക് ഹെഡ് ക്രാഫ്റ്റ്സ്, ദ ജൂലിഷ് സ്കൾ ക്യാപ്പ് ഓർ ലാർജ് ക്രിസ്ത്യൻ ക്രോസസ്. എന്താണ്? 2004 നമ്മുടെ ഫെബ്രുവരിയിൽ ഫ്രാൻസിൽ പാസ്സാക്കിയ ഒരു ലോയാണ് ഇത് കാണിക്കുന്നത്. ഒരു കുട്ടിക്ക്, ഒരു സ്റ്റുഡൻറ്റിന് എന്താണ് ഒരു റിലീജിയസ് പരമായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള സൈനോ ഒരു സിമ്പിൾസോ സ്കൂളിൽ അലോട്ട് ചെയ്യുന്നില്ല. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാമിക്സ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്രാഫ് ഇടാൻ വേണ്ടി അനുവദിക്കുന്നില്ല. ജൂയിഷ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സ്കൾ ക്യാപ്പ് പറ്റുന്നില്ല. ലാർജ് ഒരു നമ്മുടെ ഇന്ത്യൻ നമ്മുടെ ക്രിസ്ത്യൻ ക്രോസേഴ്സ്, വലിയ മാല എന്ന് വെച്ചാൽ കുരിശുമാല ഇടാനായിട്ട് അതിനൊന്നും തന്നെ എന്തില്ല, സാധിക്കുന്നില്ല. ഫുൾ ഓഫ് ബാനാണ്. ദിസ് ലോ is encountered a lots of residents of immigrating of those who mainly form of French colonies of Algeria, Tunisia and Morocco. ഇവ 3 കാര്യങ്ങൾ എന്താണ്? ഇവ 3 കൗണ്ടർ എൻകൗണ്ടർഡ് ആയിരുന്നു. ഓക്കെ, ഇൻ ദ 1960s 1960 നോക്കണേ എന്താണ്, ഫ്രാൻസ് ഹാസ് ഫേസ്ഡ് എ ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ്. ഫ്രാൻസിൽ 1960 എന്തായിരുന്നു അവർ ഫേസ് ചെയ്ത ഒരു പ്രോബ്ലം എന്തായിരുന്നു? ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ് ആയിരുന്നു. ആൻഡ് ദെയർഫോർ ഹാഡ് പ്രൊവൈഡഡ് വിസാസ് ഫോർ ദിസ് ഇമിഗ്രേഷൻ ടു കം ആൻഡ് വർക്ക് ഇൻ ദ കൺട്രി. ആ ഒരു സമയത്ത് എന്തായിരുന്നു, അവർ മറ്റു രാജ്യക്കാരെ അല്ലെങ്കിൽ മറ്റുള്ള കൺട്രിക്കാരെ ഇമിഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വിസയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. The doctors of this immigration often wear head crafts like attending schools. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എന്താണ് പലരും പല രീതിയിലുള്ള റിലീജിയസ് ബിലീഫിലോട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ പല ഹെഡ് ക്രാഫ്റ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ടൊക്കെ ആയിരിക്കും അവർ വന്നത്. ഹവർ ദിസ് ഈസ് പാസിങ് ഇൻ എ ന്യൂ ലോ. അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു ന്യൂ ലോ ഹാസ് ബീൻ എക്സ്പെൽഡ് ഫ്രം ദ സ്കൂൾസ് ഓഫ് ഫോർ വിയറിങ് ഹെഡ് ക്രാഫ്റ്റ്സ്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി അവരെന്തായിരുന്നു എന്താ പറയുക, ആ ഒരു ലോ പാസ്സാക്കിയതായിരുന്നു. ഹെഡ് ക്രാഫ്റ്റ്സും നമ്മുടെ സ്കൾ ഗ്യാപ്സ് ഒന്നും തന്നെ സ്കൂളിൽ അലോ ചെയ്യുന്നതല്ല എന്ന്. ഇത് പ്രാബല്യത്തിലായത് എപ്പോഴായിരുന്നു? 2004 ഈ ഒരു ലോ സക്സസ് ആയത്. ഇനി നമുക്ക് നോക്കാം, ജെറിസൺസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, എ പീസ് ദാറ്റ് കംസ് ഫ്രം ഫീറ്റ് ആൻഡ് നോട്ട് ഫ്രം ദ ഹാർട്ട്. എന്താ പറയുക, സമാധാനം എന്ന് പറയുന്നത് വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫീറ്റിൽ നിന്നല്ല. ഇറ്റ്സ് കം ഫ്രം അവർ ഹാർട്ട്. ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് പീസ്. അതാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും സമാധാനം നമ്മൾ നൽകേണ്ടത്. അതൊരിക്കലും റിലീജിയസ് പരമായിട്ട് മതപരമായിട്ട് നോക്കിയിട്ട് ആകരുത്. ഇനി നെക്സ്റ്റ് എന്താണ്,
പീസ് ഈസ് ദ നെവർ എൻഡിങ് പ്രോസസ്. പീസ് എന്ന് പറയുന്നത് എന്താ, സമാധാനം എന്തോ പറയണം. ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഇറ്റ് കനോട്ട് ഇഗ്നോർ അവർ റിലീജിയസ് ഓർ ഓവർലുക്ക് അവർ കോമൺ ഇൻട്രസ്റ്റ്. ഇറ്റ് റിക്വയർസ് us to work and live together. എന്താണ് പറയുന്നത്, ഓക്സാർ ആരിസ് സാഞ്ചീസ് ആണ് ഈ ഒരു കോട്ട് പറയുന്നത്. എന്താണ്, പീസ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ്. പീസ് എന്ന് പറയുന്നത് എന്താണ്, സമാധാനം, ഐക്യത്വം എന്നൊക്കെ പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഇറ്റ് കനോട്ട് ഇഗ്നോർ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അവഗണിച്ച് കളയാനായിട്ട് പറ്റില്ല. അവർ ഡിഫറൻസ്, നമുക്ക് അതിൻ്റെതായ വളരെ നമ്മുടെ കാഴ്ചപ്പാടുകളും വ്യക്തിത്വം എല്ലാം തന്നെ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഓർ ഓവർലുക്ക് അവർ കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവർ കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് റിക്വയർസ് us to work and live to. നമ്മുടെ കോമൺ ഇൻട്രസ്റ്റ് എന്താണ്, നമുക്ക് ജീവിക്കുക, വർക്ക് ചെയ്ത് നമ്മുടെ ഹാർഡ് വർക്കിലൂടെ നമ്മൾ ജീവിക്കുക, മറ്റുള്ളവർക്ക് സമാധാനം നൽകുക. ഓക്കെ, സോ മൊത്തത്തിൽ സെക്യുലറിസം പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോർ more videos.